ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു വെറൈറ്റി രീതിയിലാണ് ഈ എഗ് ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്രേവി എന്ന് പറഞ്ഞാൽ ലൂസായിട്ടുള്ള ഒന്നല്ല, ഭയങ്കര തിക്കായിട്ടുള്ളൊരു ജ്യൂസി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം ഞാനൊരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളം ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ എഗ്ഗ് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അതൊന്നും ആ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഗ്ഗ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ പരന്ന് കിടക്കൂല, ഒന്നൊന്നായിട്ട് കിട്ടും. അപ്പം ഇങ്ങനെ ഒഴിച്ച പാടെ നമ്മൾ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ മൂടി എടുത്ത് കളയണം, അല്ലെങ്കിൽ പതഞ്ഞ് പൊങ്ങി വരും. അപ്പം ഞാൻ ഇതാ ഇങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രേവിയിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ മൊത്തത്തിൽ ആ എഗ്ഗിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയത്. ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ളി 2.5 ഉള്ളി ഉണ്ടല്ലോ, അത് മൊത്തമായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഓവർ ജ്യൂസി ആക്കണമെന്നില്ല, നിങ്ങൾ ഒരു ഇതുപോലെ അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളൊരു ഗ്രേവി ഉണ്ടാക്കാൻ ഒരു പാനോ പാത്രമോ വെച്ചിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്താൽ വേറെ ടേസ്റ്റ് ആയിരിക്കും, വെളിച്ചെണ്ണ ചേർത്താൽ വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പം ഈ അരച്ച ഉള്ളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓവർ ഉപ്പ് ചേർക്കണ്ട, നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിലെ ഉള്ള വെള്ളമെല്ലാം വറ്റിക്കാം. അതായത് ഉള്ളി ജ്യൂസ് അടിച്ചാൽ വെള്ളം ഉണ്ടാവുമല്ലോ, നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ തക്കാളി വേണം. നമ്മളെടുത്ത് വെച്ച് തക്കാളി നല്ല ചെറുതായിട്ട് അരിയണം കേട്ടോ. കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം നമുക്കിതിനെ. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മതിയാവും. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതങ്ങനെ മൂടി വെച്ച് വേവിക്കണം കേട്ടോ. എന്നിട്ട് ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഫെനൽ സീഡ്സ് ഇല്ലേ, വല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരിത്തിരി കുരുമുളകും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് 1 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓവർ ലൂസ് ആക്കണ്ട. ഈ ഗ്രേവി നമുക്ക് എത്ര തിക്ക് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് കറിവേപ്പും മല്ലിച്ചപ്പും നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച എഗ്ഗ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ വെള്ളമെല്ലാം കുറച്ചൊന്ന് വറ്റി സൈഡൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് കുരുമുളക് അതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് എഗ്ഗിൻ്റെ മുകളിലോട്ട് ഗ്രേവിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഗ് ഗ്രേവി റെഡിയാവും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.